श्रीलक्ष्मीभ्यो नमः। ॐ ह्रीं श्रीलक्ष्मीभ्यो नमः। ह्रीं श्रीलक्ष्मीभ्यो नमः। ॐ 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 ഓം ശാന്തി. സൗണ്ട് കേൾക്കാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഉയർത്ത്. ഓക്കെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമായിരിക്കുക, സുഖമായിരിക്കുക, ആനന്ദമായിരിക്കുക. ആത്മാക്കളായ നമ്മളുടെ എല്ലാവരുടെയും സ്വധർമ്മം ആനന്ദ സ്വരൂപമാണ്, സച്ചിദാനന്ദ സ്വരൂപ്. ആത്മാവിൻ്റെ വിശേഷതയെക്കുറിച്ച് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ എന്താണ് ആത്മ? സിമ്പിൾ, സത്ത് ചിത്ത് ആനന്ദ സ്വരൂപ്. ആ സത്യത്തെ പിന്നെ പറയാനാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ബാക്കി പറയേണ്ടി വരിക. എന്താണ് സത്യം? പിന്നെ ചിത്തിനെ കുറിച്ച് പറയണം, മനസ്സിനെ കുറിച്ച് പറയണം. അപ്പോൾ ചിത്തിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയണം: മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെയൊക്കെ ആകത്തുക എന്താണ്? ആനന്ദ സ്വരൂപ്, ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. അതാണ് എൻജോയ്മെന്റ് എന്ന് പറയുക. എൻജോയ്മെന്റ്. എൻ്റെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കുക. എല്ലാ മനുഷ്യരും, അത് ഏത് കാസ്റ്റ് ആയിക്കൊള്ളട്ടെ, സംസ്കാരമായിക്കൊള്ളട്ടെ, ഭാഷയായിക്കൊള്ളട്ടെ, എവറി ഹ്യൂമൻ ബീയിങ്സ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷകരമായിരിക്കണം. നമ്മുടേത് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ, സംബന്ധികൾ എല്ലാവർക്കും സുഖം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ സുഖത്തിന് വേണ്ടിയാണ് ഇന്ന് ലോകത്തിലെ ആളുകൾ നെട്ടോട്ടമോടുന്നത്. അപ്പൊ യഥാർത്ഥ സുഖം ഏതിലാണ്? പ്രോസ്പിരിറ്റി. എവിടെയാണോ പ്രോസ്പിരിറ്റി ഉള്ളത്, അവിടെയാണ് യഥാർത്ഥ സുഖമുള്ളത്. അപ്പൊ ചോദിക്കും, ഏത് പ്രോസ്പെരിറ്റി? ചില വിചാരിക്കും, നല്ലൊരു വീട് വെച്ചാൽ സുഖം കിട്ടും. ഓക്കെ. ഒരു നല്ല ജോലി കിട്ടിയാൽ സുഖം കിട്ടും. ഓക്കെ, ശരിയാണ്. കുറച്ച് ധനം വന്നാൽ സുഖം കിട്ടും. ഓക്കെ, ശരിയാണ്. പക്ഷെ ഇന്ന് ലോകത്തെ ആളുടെ പക്കൽ ധനമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് സന്തോഷം കിട്ടുന്നില്ല? അപ്പോൾ അവർ ഏതെങ്കിലൊക്കെ പരാധീനതകൾ പറയും. ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതെനിക്കില്ല. അപ്പൊ കംപ്ലീറ്റ് പ്രോസ്പെരിറ്റി ഇല്ല. എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയില്ല. അപ്പോൾ ഈ നവരാത്രി ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നമുക്കറിയാം, ഈ നവരാത്രി ദിനം കഴിയുമ്പോൾ വീണ്ടും 21ാമത്തെ ദിവസം അടുത്ത ഉത്സവം വരികയാണ്, ദീപാവലി.
അപ്പം ആ ദീപാവലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഈ 9 ദിനങ്ങൾ. ഈ 9 ദിനങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ശക്തി ആർജിക്കുകയാണ്. നവദുർഗകളെ സ്വയത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ്. 10ാം ദിവസം വിജയദശമിയാണ്, വിജയത്തിലേക്ക് പ്രവേശിക്കുന്നു. 9 ദിവസം യുദ്ധമാണ്. ഓരോരോ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നടത്തുന്ന ആന്തരികമായ യുദ്ധം. ആ യുദ്ധത്തിന്റെ ഫലം എന്താണ്? നമ്മൾ വിക്ടറി അറ്റൈൻ ചെയ്യുന്നു. ആ വിജയം നേടിയ ശേഷം നമ്മൾ അയോധ്യയിലേക്ക് പോവുകയാണ്. രാമൻ വീണ്ടും അയോധ്യയിലേക്ക് വരുന്ന ദിവസം ദീപാവലി. അതായത് 21 ദിവസം കഴിയുമ്പോൾ, അതായത് 21 ലക്ഷ്മികളോടും കൂടി രാമൻ വരികയാണ്. ആ 21 ലക്ഷ്മികൾ ഒന്നിച്ച് ഗൃഹപ്രവേശനം നടത്തുന്ന ദിവസം, എല്ലാ ആത്മദീപങ്ങളും തെളിഞ്ഞിരിക്കുന്ന ദിവസം, വിശ്വം മുഴുവൻ പ്രകാശം പരക്കുന്ന ദിവസം ദീപാവലി. അപ്പം നവരാത്രി അതിൻ്റെ ഒരു എന്താണ്? തുടക്കമാണ്. ഈ നവരാത്രിയിൽ തുടങ്ങി ദീപാവലിയിൽ അവസാനിക്കുന്നു. ഈ ഭാരതത്തിലെ എല്ലാ ഉത്സവങ്ങളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നവരാത്രി. ഇതിനെ തുടർന്ന് ഇനി വരുന്ന ഒരു വർഷം ഭാരതത്തിൽ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ്. ഒന്നിനൊന്ന് കണക്ട് ചെയ്ത് ഉത്സവം ഇങ്ങനെ വന്നിട്ടിരിക്കും. പക്ഷെ അതിനെല്ലാം ബേസ് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള അസുര നിഗ്രഹം. ആ അസുരന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മളുടെ പ്രാപ്തികളൊക്കെ അറ്റൈൻ ചെയ്യാൻ. അപ്പൊ നവദുർഗകൾ എന്താണ്, ആ ശക്തി എന്താണ്, നമുക്ക് നാളെ പഠിക്കാം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ലക്ഷ്മിയുടേതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ 7 പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറഞ്ഞു, അല്ല 8 എണ്ണം പറഞ്ഞല്ലേ. നമ്മുടെ ജീവിതം സന്തോഷകരമാക്കി എന്തൊക്കെ വേണം നമുക്ക്, ആ വേണ്ടതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇനിയും തീർന്നില്ല. ഈ 8 കിട്ടിയതുകൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമായില്ലല്ലോ. ഇനിയും ചില കാര്യങ്ങൾ കൂടി നമുക്ക് നേടേണ്ടതുണ്ട്. അതെല്ലാം നേടിക്കഴിയുമ്പോഴാണ് യഥാർത്ഥ പ്രോസ്പെരിറ്റി എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് 9ാമത്തെ ലക്ഷ്മിയെ കുറിച്ച് പഠിക്കാം. 9ാമത്തെ ലക്ഷ്മിയുടെ പേരാണ് ആരോഗ്യലക്ഷ്മി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വിദ്യയും കിട്ടി, ശക്തിയും കിട്ടി, ബുദ്ധിയും കിട്ടി, ധനവും കിട്ടി. അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ആ ധനമൊക്കെ അനുഭവിക്കണ്ടേ, ആ ധനമൊക്കെ ആസ്വദിക്കണ്ടേ ജീവിതത്തിൽ. അതിന് നമുക്ക് ആരോഗ്യം കൂടി വേണം. നമ്മൾ എപ്പോഴും ഭക്തിയിൽ പറയാറുണ്ട്, ആരോഗ്യവർദ്ധനം. ആയുസ്സും ആരോഗ്യവും വേണം, എങ്കിലേ ഉള്ളതൊക്കെ അനുഭവിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ധാരാളം കോടികളുടെ മുതലുണ്ട്, എനിക്ക് ആയുസ്സില്ലെങ്കിലോ? ഇനി ആയുസ്സുണ്ട്, ആരോഗ്യമില്ലെങ്കിലോ? അതെങ്ങനെ ആസ്വദിക്കാൻ പറ്റും? അപ്പൊ തൻ്റെ പക്കലുള്ള പ്രോസ്പെരിറ്റി പൂർണ്ണമായ തലത്തിൽ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അത്രയും കാലം നമുക്ക് ആയുസ്സും വേണം, ആരോഗ്യവും വേണം. ഇതിൽ പറയാറുണ്ടേ, അനുഭവിക്കാൻ യോഗം കൂടി വേണമെന്ന്. അപ്പൊ അനുഭവിക്കാനുള്ള സാധനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അത് അനുഭവിക്കാനുള്ള യോഗം, അതാണ് ഭഗവാൻ പറയുന്നു ആയുഷ്വാൻ ഭവ, ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ. എന്തെല്ലാം പ്രാപ്തികളുണ്ടോ ആ പ്രാപ്തികളെല്ലാം മുഴുവനായിട്ട് പരിപൂർണമായിട്ട് മനം നിറച്ച് ഹൃദയം നിറച്ച് ആസ്വദിക്കുവാനുള്ളൊരു ജീവിതവും കൂടി നമുക്ക് വേണം. അതാണ് ഹെൽത്ത് ഫസ്റ്റ്, അത് കഴിഞ്ഞ് വെൽത്ത്, തേർഡ് ഹാപ്പിനെസ്. അതുകൊണ്ട് ആരോഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നവൾ. ആരോഗ്യലക്ഷ്മി ദ ബെസ്റ്റ് ഓവർ ഓഫ് ഒപ്റ്റിമൽ ഹെൽത്ത്. നമുക്കറിയാം ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി, ഡിസീസ് ഫ്രീ, ഫിസിക്കലി ആൻഡ് മെന്റലി. ശാരീരികമായോ മാനസികമായോ ഒരു തരത്തിലുള്ള രോഗങ്ങളുമില്ലാതെ ഞാൻ വളരെ സ്വസ്ഥ ആരോഗ്യം, അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ശാന്തിയും സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്ന, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിക്കുന്ന അവസ്ഥാവിശേഷമാണ് ശരിക്കും ആരോഗ്യം. ഇംഗ്ലീഷിൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഹെയിൽ ദൈ സെൽഫ് എന്ന് പറയാം. നമ്മൾ നമ്മളെ തന്നെ ഹീൽ ചെയ്യണം, ഹീൽ ദൈ സെൽഫ്. ഹിന്ദിയിൽ പറയുമ്പോൾ സ്വസ്ഥ, അവസ്ഥയിലിരിക്കണം. നമ്മുടെ നാച്ചുറാലിറ്റി എന്താണോ, നമ്മുടെ റിയാലിറ്റി എന്താണോ, ആ സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കുന്നതിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ദ കംപ്ലീറ്റ് വെൽബീയിങ് ഓഫ് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി.
ശരീരത്തിന്റെയും മനസ്സിന്റെയും ഏകതാനത, അകവും പുറവും ബാലൻസ്ഡ്. പുറത്തുള്ള ബുദ്ധിമുട്ടുകൾ, ഉലച്ചിലുകൾ ശരീരത്തെയും ബാധിക്കരുത്, ശരീരത്തിന്റെ ഉലച്ചിലുകൾ പുറത്തും ബാധിക്കരുത്. അപ്പൊ സൈക്കോളജിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം, പിന്നെ ഫിസിയോളജിക്കലി നമ്മൾ ഹെൽത്തി ആയിരിക്കണം. അപ്പൊ സൈക്കോയും സോമായും രണ്ടും വെൽബീയിങ് ആയിരിക്കുന്ന സ്റ്റേറ്റ് ആണ് ശരിക്കും ആരോഗ്യലക്ഷ്മി. ഈ ലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ഈ ഒരു ലക്ഷ്യം നമ്മൾ വെക്കുന്നില്ല എങ്കിൽ എനിക്ക് എന്നും ആരോഗ്യത്തോടുകൂടി ഇരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ആഹാരം കഴിക്കണം, ശുദ്ധമായ വസ്ത്രം ധരിക്കണം, ശുദ്ധമായ വെള്ളം കുടിക്കണം, നല്ലതുപോലെ വ്യായാമം ചെയ്യണം. ഇതൊക്കെ ആ ലക്ഷ്മിയാണ്. പല പല രൂപത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടാക്കാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളെയെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് ആരോഗ്യലക്ഷ്മി. വ്യായാമവും ആരോഗ്യലക്ഷ്മിയാണ്. നല്ല ടേസ്റ്റുള്ള, നല്ല ഗുണമുള്ള പൗഷ്ടികാഹാരവും ആരോഗ്യലക്ഷ്മിയാണ്. ആരോഗ്യലക്ഷ്മി എന്നാൽ നമ്മളെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി നൽകുന്നവൾ. അതുകൊണ്ട് പൂർണ്ണമായ ആരോഗ്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ആരോഗ്യലക്ഷ്മിയെ സങ്കല്പിക്കുന്നത്. നമുക്ക് രോഗം വരാതിരിക്കാനുള്ള ശീലങ്ങൾ, നല്ല ലൈഫ് സ്റ്റൈൽ, നല്ല നല്ല ജീവിതചര്യകൾ പ്രേരണ തരാൻ അതിരാവിലെ എഴുന്നേക്കാൻ പ്രേരണ നടത്തുന്നു. നല്ല ആഹാരം കഴിക്കാൻ നമ്മളോട് പറയും. ലക്ഷ്മി പറയുകയാണ്, നീ എന്നും കുളിക്കണം, നല്ല ആഹാരം കഴിക്കണം. ആ ലക്ഷ്മി മാതാവ് എല്ലാ ദിവസവും നമ്മളെ കുളിപ്പിക്കും, നല്ല നല്ല ആഹാരം വെച്ച് തരും, അഴുക്കിലേക്ക് പോകരുതെന്ന് പറയും. അങ്ങനെ എൻ്റെ ശരീരത്തിന് രോഗം വരാതിരിക്കാനുള്ള പ്രേരണ, ആരോഗ്യം നിലനിർത്താനുള്ള പ്രേരണ നിരന്തരം നൽകുന്ന ദേവിയാണ് ശരിക്കും ആരോഗ്യലക്ഷ്മി. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ എന്നെ പിടിക്കുന്നത്, എന്നിൽ പിടിപെടുന്നതിൽ നിന്നെല്ലാം എന്നെ ദേവി രക്ഷിക്കുന്നു. അർത്ഥം ഇതാണ് നമ്മുടെ കോൺഷ്യസ് ആരോഗ്യബോധം, ഹെൽത്ത് കോൺഷ്യസ്. അതെപ്പോഴും നമ്മളെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. അതുകൊണ്ട് ആഹാരപാനീയങ്ങളുടെ ശുദ്ധത, അതിൻ്റെ പഥ്യം, നമ്മുടെ വീടിൻ്റെ ശുദ്ധി, ഓരോ മുറികളും ശുദ്ധിയാക്കി വെക്കണം, വീടും പരിസരം ശുദ്ധിയാക്കി വെക്കണം, നല്ലതുപോലെ ശുദ്ധമായ വായു സഞ്ചാരം ഉണ്ടാകണം മുറിക്കുള്ളിലെല്ലാം. ഇങ്ങനെ ആരോഗ്യ സംബന്ധമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അതെല്ലാം ആരോഗ്യലക്ഷ്മിയായിട്ടാണ് വിഭാവനം ചെയ്യുന്നത്. നമുക്ക് 2 മിനിറ്റ് അതിൻ്റെ അഭ്യാസം ചെയ്യാം. ആരോഗ്യലക്ഷ്മിയുടെ അഭ്യാസം. ഞാൻ ഒരു പവിത്ര ആത്മാവാണ്. ശാന്തിയുടെ ശക്തി, ശുദ്ധമായ സങ്കല്പങ്ങളാകുന്ന അസ്ത്രം. ഇതിലൂടെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കർമ്മബന്ധനങ്ങളെയും ഇല്ലാതെയാക്കി സദാ സ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തിന് സന്തോഷമാകുന്ന ടോണിക് കുടിപ്പിച്ച് എന്നും ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി വെക്കുന്നു. ഞാൻ എൻ്റെ സത്യമായ, ശുദ്ധമായ
സ്വഭാവത്തിലൂടെ. അനേക ആത്മാക്കൾക്കും നല്ല ആരോഗ്യം നിലനിർത്തുവാനുള്ള പ്രേരണ നൽകുകയാണ്. ആരോഗ്യത്തിന് ആധാരമായ അഷ്ടശുദ്ധികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരണ ചെയ്ത് മറ്റു ആത്മാക്കൾക്കും ശുദ്ധിബോധത്തിന്റെ വൈബ്രേഷൻ പ്രദാനം ചെയ്ത് അവരെയും ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ളതായിരിക്കുവാനുള്ള പ്രേരണ നൽകുകയാണ്. അടുത്തതാണ് ഭാഗ്യലക്ഷ്മി. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്, പക്ഷെ ഭാഗ്യമില്ലെങ്കിലോ? ഞാനൊരു ദുർഭാഗ്യശാലിയാണ് ചില പറയാറില്ലേ. അപ്പൊ പറയാറുണ്ട് ഭാഗ്യം, അതേപോലെ സൗഭാഗ്യം, പിന്നെ പദമാപദം ഭാഗ്യം. നമുക്ക് ഭാഗ്യത്തെ തന്നെ നമുക്ക് പല പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പറയും, ഒരു ജോലി കിട്ടുമ്പോൾ പറയൂ എനിക്ക് എന്തൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്, എന്നെ ഭാഗ്യദേവത കടാക്ഷിച്ചു. യാർണീ ഭാഗ്യദേവത? അല്ലെ ഭാഗ്യദേവതയുടെ കടാക്ഷം ഉണ്ടായി എന്ന് പറയും. ഒരു വീട് വെക്കുമ്പോൾ പറയും എനിക്ക് ഭാഗ്യദേവത എന്നെ കടാക്ഷിച്ചു പറയും. ലോട്ടറി അടിക്കുമ്പോൾ പറയും എന്നെ ഭാഗ്യദേവത കടാക്ഷിച്ചു പറയും. അതാണ് ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ അപ്രതീക്ഷിതമായി നമുക്ക് അറ്റൈൻമെന്റ്സ് അല്ലെങ്കിൽ പ്രാപ്തികൾ ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത്. ഏതാണ്? ഭാഗ്യം. എന്നാൽ ഭാഗ്യത്തിന്റെ ആധാരം എന്താണ്? ആ ഭാഗ്യലക്ഷ്മി ആരാണ്? ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് ബെസ്റ്റ് ഓവർ ഓഫ് ഫോർച്യൂൺ, അതാണ് ഭാഗ്യലക്ഷ്മി. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ
6-ാമത്തെ ദിവസം ലക്ഷ്മി വീട്ടിൽ വരുമെന്നാണ് സങ്കല്പം. എന്നിട്ട് ആ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ ജനിച്ച് വീണ് കിടക്കുന്ന കൈക്കുഞ്ഞിനെ വാരിയെടുത്ത് തൻ്റെ മടിയിൽ വെക്കും. ഒന്ന് ഭാവന ചെയ്തേ. എന്നിട്ട് ആ ലക്ഷ്മി തൻ്റെ കമലഹസ്തം കൊണ്ട് ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കും. ലക്ഷ്മി ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന പറയുക. ആ സമയത്ത് ആ കുഞ്ഞിന്റെ ശിരസിൽ എന്താണോ ലക്ഷ്മി ദേവി രേഖപ്പെടുത്തുന്നത് അതായിരിക്കും ആ കുട്ടിയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. അങ്ങനെ ഭാഗ്യലക്ഷ്മി സ്വയം ഭാഗ്യത്തിന്റെ രേഖ വരച്ചിട്ട് ആ ശിശുവിൻ്റെ ജീവിതകാലം മുഴുവനും പൂർണ്ണമായിട്ടും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാക്കി കൊടുക്കുന്നു. പറയൽ തലേ വര ശരിയാകണം. ആ തലേ വരച്ചതാരാ? അത് ഭാഗ്യലക്ഷ്മിയാണ്. ആ ഭാഗ്യത്തിന്റെ ആധാരം അത് നമുക്ക് കർമ്മ ഫിലോസഫിയിൽ പഠിക്കാനുണ്ട്, പിന്നീട് പഠിക്കാം. ജസ്റ്റ് ഭക്തിയിൽ ഒരു കാഴ്ചപ്പാട് ഇതാണ്. ആ ലക്ഷ്മി ദേവി വന്ന് കുട്ടിയുടെ ശിരസിൽ ഭാഗ്യരേഖ വരയ്ക്കും. ഇനി ഒരു കുട്ടി ജനിച്ചത് ദുർഭാഗ്യത്തിലാണെന്നിരിക്കട്ടെ, ഭാഗ്യലക്ഷ്മിയുടെ കരസ്പർശം ഏത് കുട്ടിയുടെ ശിരസിലാണോ പതിയപ്പെടുന്നത്, ആരാണോ ആ ലക്ഷ്മിയിൽ നിന്നും തിലകം ധരിക്കപ്പെടുന്നത്, അവർ അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നേടുന്നവരായിട്ട് മാറുമെന്ന് ഭക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഭാഗ്യവും ഒരു ആധാരമാണ്. സന്തോഷത്തിന് ഭാഗ്യവും വേണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മളുടെ ഇഫർട്ട് പലപ്പോഴും ചില ഭാഗ്യരൂപത്തിൽ നമ്മളെ തേടിയെത്താറുണ്ട്. ആ ഭാഗ്യത്തിലും നമ്മൾ ആനന്ദിക്കുന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മിയെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പം ചെയ്യൂ. ഞാൻ ബെസ്റ്റോവർ ഓഫ് ഫോർച്യൂൺ ആയിട്ടുള്ള ഭാഗ്യവിധാതാവായ ഭാഗ്യലക്ഷ്മിയാണ്. ഞാൻ മാസ്റ്റർ ഭാഗ്യവിധാതാവാണ്. ഞാൻ ഭാഗ്യവിധാതാവായ പരമാത്മാവിന്റെ സന്താനമാണ്. ഭാഗ്യവിധാതാവിന്റെ മാസ്റ്റർ സന്താനമായി ഞാൻ എല്ലാ ആത്മാക്കൾക്കും ജ്ഞാനം, ഗുണം, ശക്തികൾ, ആത്മീക ദൃഷ്ടി, ആത്മീക സ്നേഹം, സഹയോഗം, ശ്രേഷ്ഠമായ കൂട്ടുകെട്ട്, സന്തോഷം, ഉത്സാഹം എന്നിവയാൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാവരെയും സൗഭാഗ്യശാലിയാക്കി സന്തുഷ്ടത പ്രദാനം ചെയ്യുന്നു. ഈ ഭാഗ്യത്തിന്റെ പ്രാപ്തി ലഭിക്കുന്നതിലൂടെ എല്ലാവരും പ്രസന്ന ചിത്തരായിത്തീരുന്നു.
അടുത്തത് സംസ്കാര ലക്ഷ്മി. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ ആരോഗ്യമുണ്ട്, ഭാഗ്യം കിട്ടി, പക്ഷെ സംസ്കാരം ശരിയല്ലെങ്കിലോ, നമ്മുടെ സ്വഭാവം ശരിയല്ലെങ്കിലോ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും വേണം, അതോടൊപ്പം നമ്മൾ സംസ്കാര സമ്പന്നനുമായിരിക്കണം. ആ സംസ്കാരത്തിന്റെ കൂടി സമ്പന്നത വേണം. അല്ലാത്ത പക്ഷം ബാക്കി നമുക്ക് ലഭിച്ച എല്ലാ പ്രോസ്പെരിറ്റീസും അർദ്ധരഹിതമാകും. എനിക്ക് സ്വത്തുണ്ട്, വലിയ ജോലിയുണ്ട്, ധാരാളം ധനമുണ്ട്, പക്ഷെ എല്ലാം ശരിയാണ്, എൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ അതോടുകൂടി എൻ്റെ ലൈഫ് തീർന്നില്ലേ? ഇല്ലേ? അതുകൊണ്ട് സംസ്കാര ലക്ഷ്മി വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രേഷ്ഠമായ സംസ്കാരത്തെ പ്രദാനം ചെയ്യുന്നവൾ. സംസ്കാര ലക്ഷ്മി നമുക്ക് നൽകുന്ന ഒരു അമൂല്യമായ ഗിഫ്റ്റാണ് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. അപ്പൊ നമ്മുടെ സംസ്കാരം എന്നതും ഒരു ലക്ഷ്മി തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്യമല്ലേ, ലക്ഷ്മി അറ്റൈൻ എന്താണ്? നല്ല സ്വഭാവം, ഗുഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ബിഹേവിയർ. അതെനിക്ക് നേടിയെടുക്കണം, നല്ല സ്വഭാവത്തിന്റെ ഉടമയാകണം. അതും എൻ്റെ ലക്ഷ്യമാണ് ജീവിതത്തിൽ. ബാക്കിയുള്ള ധനവും പ്രാപ്തികളും നേടുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കാനും ശ്രദ്ധ വയ്ക്കണം. അപ്പോ സംസ്കാര ലക്ഷ്മിയിൽ നിന്നും നല്ല സംസ്കാരങ്ങൾ ഒരു അമൂല്യമായ സമ്മാനം പോലെ, ഗിഫ്റ്റ് പോലെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കുട്ടി ചിലപ്പോൾ ജന്മന ചിലപ്പോൾ മോശമായ സംസ്കാരത്തിലായിരിക്കും ജനിക്കുന്നത്. എന്നിരുന്നാലും ആ സംസ്കാര ലക്ഷ്മിയുടെ ടച്ചിങ്, ആ ഒരു സ്പർശം ഒരു കുട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് മോശമായ സാഹചര്യത്തിൽ ജനിച്ചാലും വളരുന്നത് സംസ്കാര സമ്പന്നനായിട്ടായിരിക്കും. ജനിക്കുന്ന അത്രയും മോശമായ സാഹചര്യത്തിലായിരിക്കാം, ചെളിയിലായിരിക്കാം, പക്ഷെ ജീവിതം താമരപ്പൂ പോലെ പരിശുദ്ധമായിരിക്കും. എന്നാൽ ചിലരോ ജനിക്കുന്നത് ശുദ്ധമായ സ്ഥലത്തായിരിക്കാം, ജീവിക്കുന്നതോ വൃത്തികെട്ടിലായിരിക്കാം. അത് ഏതൊരു മനുഷ്യനെയും സംസ്കാര സമ്പന്നനാക്കി തീർക്കുവാൻ സംസ്കാര ലക്ഷ്മിയുടെ ഒരു സ്പർശനം വളരെ ആവശ്യമാണ്. ആ ലക്ഷ്മിയുടെ സ്പർശനമുണ്ടെങ്കിൽ, ആ ഒരു വരദാനം ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ മനുഷ്യനും വജ്രതുല്യമായി മാറും. കക്കയ്ക്ക് സമാനമായ വ്യക്തി വജ്രതുല്യനായി മാറും. വർത്ത് നോട്ട് എ പെന്നി, വർത്ത് പൗണ്ട് ആയിട്ട് മാറും. അങ്ങനെയൊരു മൂല്യവത്തായ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ലക്ഷ്മിയാണ് സംസ്കാര ലക്ഷ്മി. അപ്പൊ നമുക്ക് ആ സംസ്കാര ലക്ഷ്മിയെ നമ്മളിലേക്കൊന്ന് ആഹ്വാനം ചെയ്യാം. സത്ഗുണ സമ്പന്ന സ്വരൂപ ആത്മാവായിട്ട് നമുക്ക് മാറണം. ഞാൻ ഒരു ദിവ്യ ആത്മാവാണ്. ഞാനിപ്പോൾ എൻ്റെ ആദി സംസ്കാരങ്ങളെ സ്മൃതിയിലേക്ക് കൊണ്ടുവരികയാണ്. അനാദി സ്വരൂപത്തിലും ആദി സ്വരൂപത്തിലും ഞാൻ ആത്മാ എത്ര പെർഫെക്റ്റ് ആയിരുന്നു. യാതൊരു തരത്തിലുള്ള ഡിഫക്റ്റുകളുടെയും ഇഫക്റ്റ് ഇല്ലാതെ കംപ്ലൈന്റുകളുടെ പെർസെൻറ്റേജ് ഇല്ലാതെ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. വീണ്ടും ഓർമ്മയുടെ ശക്തിയിലൂടെ ഞാൻ പ്രത്യേക ദിവ്യഗുണങ്ങളെ എൻ്റെ സംസ്കാരമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ
പവിത്രത, ശാന്തി, സുഖം, സ്നേഹം, സത്യത എന്നീ ദിവ്യഗുണങ്ങളെ ധാരണ ചെയ്ത് ധാരണായുക്തനായി ശ്രേഷ്ഠമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ കർമ്മത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ അനേക ആത്മാക്കൾക്ക് തന്റെ സംസ്കാരത്തെ ദിവ്യമാക്കി തീർക്കുവാനുള്ള പ്രേരണ നൽകുകയാണ്. എന്റെ പ്രേരണയിലൂടെ അവരിലും ദിവ്യമായ സംസ്കാരങ്ങൾ ഇമർജ് ചെയ്യപ്പെടുന്നു. അടുത്തതായി സൗന്ദര്യലക്ഷ്മി. സൗന്ദര്യലക്ഷ്മി നമ്മുടെ ജീവിതം എപ്പോഴും നല്ല വർണ്ണശബളമായിരിക്കണം. അത് എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യാത്മകമായിട്ടുള്ള മൂല്യങ്ങൾ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല സൗന്ദര്യമുള്ളതായിരിക്കണം. വീടൊക്കെ നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം, നല്ല പെയിന്റ് അടിക്കണം, നല്ല ഫ്ലവർ വേസ് ഒക്കെ വെക്കണം, നല്ല കുഷ്യൻസ് ഒക്കെ തയ്ച്ചിടണം, നല്ല വിൻഡോസ് കർട്ടൻ ഇടണം, ഡോർ കർട്ടൻ ഇടണം, നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം ഇല്ലേ? അപ്പൊ നമ്മുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം രീതിയിൽ മോടി പിടിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ള സൗന്ദര്യാത്മക മൂല്യമാണ്, എസ്തെറ്റിക് വാല്യൂ ആണ്. ഒരു പൂവിനെ കാണുമ്പോൾ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയണ്ടേ? ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ, സൺറൈസ് കാണുമ്പോൾ, ഒരു ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ്, അത് ജീവിതത്തിന്റെ ആസ്വാദന തലത്തെ വർദ്ധിപ്പിക്കുന്നു. അല്ലെങ്കിലോ ലൈഫ് ഒരുതരം അരസികമായി മാറും. എന്ത് കണ്ടാലും ഒരു എന്താ പറയുക, ചില ആളെ കണ്ടിട്ടില്ലേ, ഒരു വരണ്ട മനസ്ഥിതി. ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ല, ഒരു സിനിമ കാണാൻ ഇഷ്ടമല്ല,
ഒരു പിക്നിക് ഇഷ്ടം, ഓ എന്തിനിതൊക്കെ, വേറെ പണിയൊന്നുമില്ലേ. അതാണ് അഹല്യ. പത്രബുദ്ധി, കല്ല് ബുദ്ധിയായി പോയി. ഒന്നിലും ഒരു സൗന്ദര്യം കാണാൻ അവർക്ക് സാധിക്കില്ല. ഈ നമുക്ക് ജീവിതം എത്ര സുന്ദരമാണ്, ഈ പ്രകൃതി എത്ര സുന്ദരമാണ്. ആ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നവർക്ക് മാത്രമേ ജീവിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവൂ. ഇനിയും ജീവിക്കണം എനിക്ക്. എന്തുകൊണ്ടാണ്? ഈ ലോകം അത്രയും വെറൈറ്റിയാണ്. ആ വൈവിധ്യം നിറഞ്ഞ ലോകത്തെ ആ വൈവിധ്യമായ രൂപത്തോട് ഉൾക്കൊള്ളുവാനും അതിൻ്റെ ഓരോന്നിൻ്റെയും സൗന്ദര്യത്തെ ആസ്വദിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് സൗന്ദര്യാത്മകത, എസ്തെറ്റിക് വാല്യൂ. ആ വാല്യൂ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് എല്ലാത്തിലും ഒരു മനോഹാരിത, ഒരു സൗന്ദര്യം, ഒരു അട്രാക്ഷൻ, ഒരു ഭംഗി ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ആ സൗന്ദര്യാത്മക മൂല്യമുള്ളത് കൊണ്ടല്ലേ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നത്, നമ്മൾ പൊട്ട് തൊടുന്നത്, പൗഡർ ഇടുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു അലങ്കാരം. അപ്പൊ ഏതൊരു അലങ്കാര വസ്തുവും ലക്ഷ്മിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ധനത്തെ ലക്ഷ്മിയായിട്ട് കാണുന്നില്ലേ നമ്മൾ? ധനലക്ഷ്മി. അപ്പൊ ധനത്തെ ലക്ഷ്മിയായി കാണുന്നത് പോലെ ഏതൊരു സാധനത്തിനെയും ഭംഗി വർദ്ധിപ്പിക്കുന്ന ഏതൊരു വസ്തുവും ലക്ഷ്മിക്ക് സമാനമായി നമ്മൾ കാണുന്നു. കാരണം ആ നിറം കൊടുക്കുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. ഒരു ഫ്ലവർ വേസ് ഇന്ന സ്ഥലത്ത് വെക്കുമ്പോൾ സ്ഥലത്തിന് ഭംഗി വരുന്നു. ഒരു പ്രത്യേക നിറത്തിലെ കർട്ടൻ ഇടുമ്പോൾ മുറിക്കൊരു ഭംഗി ലഭിക്കുന്നു. അതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. നിറങ്ങള്, പുഷ്പങ്ങള്, അപ്പൊ അലങ്കാരങ്ങളും ഒരു ലക്ഷ്മിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എൻജോയ്മെന്റ് വർദ്ധിപ്പിക്കുവാൻ അലങ്കാരങ്ങൾ ആവശ്യമാണ്. പറയാറുണ്ട്, നമ്മുടെ വീട്ടിലുള്ള എന്തെല്ലാം അലങ്കാര വസ്തുക്കളുണ്ടോ ആ ഓരോ അലങ്കാര വസ്തുവിലും ലക്ഷ്മി ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യണമെന്ന്, നമ്മൾ എപ്പോഴും കർട്ടൻസ് ഒക്കെ അഴുക്ക് പിടിക്കരുത്, കഴുകി വൃത്തിയാക്കി തേച്ച് വെക്കണം. ലക്ഷ്മിയാണത്. ഭിത്തിയിൽ ചവിട്ടരുത്, അഴുക്കാക്കരുത്. ആ നിറം, വൃത്തിയുള്ള ഭിത്തി, അത് ലക്ഷ്മിയാണ്. ഒരു ഫ്ലവർ വൈസ് കൂടെ തുടച്ച് വെക്കണം, ഫ്ലവർ വൈസ് കഴുകി വെക്കണം. അങ്ങനെ അലങ്കാരം കൊടുക്കുവാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നോ ആ ഓരോ വസ്തുവും ലക്ഷ്മിയാണെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ആ ഓരോ വസ്തുവിലും നമ്മൾ അത്ര അറ്റൻഷൻ കൊടുക്കണം. അതെല്ലാം ശ്രദ്ധയോടെ തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. അതും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടിന് മോടി പിടിപ്പിക്കുന്നു, അലങ്കാരം നൽകുന്നു, നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്നു, സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് സുന്ദരത, ആ തിളക്കം, ആ സൗന്ദര്യ വസ്തുക്കളാണല്ലോ ഒരു സൗന്ദര്യം നൽകുന്നതും തിളക്കം നൽകുന്നതും വീടിനൊരു ദിവ്യത്വം ഉണ്ടാക്കുന്നത്. ആ ദിവ്യതയുടെ ആശീർവാദമാണ് ശരിക്കും സൗന്ദര്യലക്ഷ്മി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പറയാറുണ്ട്, യഥാർത്ഥമായ വിധിയിലൂടെ സൗന്ദര്യലക്ഷ്മിയെ നമ്മൾ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഗൃഹത്തിലേക്ക് സൗന്ദര്യലക്ഷ്മി കടന്നു വരികയാണ്. ആ സൗന്ദര്യലക്ഷ്മി കടന്നു വരുമ്പോൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലുള്ള എല്ലാ അശുഭ ശക്തികളും, അശുഭമായ ശക്തികൾ, നെഗറ്റീവ് വൈബ്രേഷൻസ് എല്ലാം പുറത്തു പോകും. വീടൊക്കെ നമ്മൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം പറയാറില്ലേ? നല്ല നല്ല കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്യണം, ബെഡ്ഷീറ്റൊക്കെ നല്ലതായിരിക്കണം, എല്ലാം കുഷ്യനൊക്കെ ഇട്ട് നല്ലതാക്കി വെക്കുമ്പോൾ ആ എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ നിൽക്കും. അതേ അർത്ഥമുള്ളൂ. പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അശുഭമായ ശക്തികൾ, നെഗറ്റീവ് വൈബ്രേഷൻസ് ഇതെല്ലാം പോകും. മാത്രമല്ല ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മുഖത്തും ഒരു തിളക്കം, ഒരു സന്തോഷം കാണാൻ സാധിക്കും. അപ്പോൾ ആ സൗന്ദര്യലക്ഷ്മിയുടെ ആ സ്പർശനത്തിലൂടെ, ആഗമനത്തോടു കൂടി നമ്മുടെ ഉള്ളിലും ആന്തരികമായ പവിത്രതയുടെ തിളക്കം കൈവരാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ വീടെന്തായി മാറും? ഒരു അലൗകികമായ പരിവേഷം നിറഞ്ഞതായിത്തീരുന്നു. ഒരു വീടാണ്, പക്ഷെ കണ്ടാൽ അത് ക്ഷേത്രം പോലെ തോന്നപ്പെടും. അത്ര ഭംഗിയുള്ളതായി മാറുന്നു, അത്ര അട്രാക്റ്റീവ് ആയിരിക്കും ആ ഗൃഹം. നമ്മുടെ മനസ്സിലേക്ക് വന്നാലോ നമ്മളും അട്രാക്റ്റീവ് ആവും. അങ്ങനെ ഒരു എസ്തെറ്റിക് വാല്യൂ ഉള്ള, സൗന്ദര്യ ബോധം എന്ന മൂല്യമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സൗന്ദര്യലക്ഷ്മിയും കടന്നു വരണം. അപ്പൊ നമുക്ക് 2 മിനിറ്റ് ആ സ്വരൂപത്തിലിരിക്കാം. ഞാൻ വളരെ സുന്ദരമായ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ആത്മാവാണ്.
ആത്മാവായ എൻ്റെ ആന്തരിക സൗന്ദര്യം എൻ്റെ മുഖത്ത് പ്രത്യക്ഷമാകുന്നു. എൻ്റെ ശ്രേഷ്ഠമായ സ്മൃതികൾ എൻ്റെ മസ്തകത്തിൻ്റെ സൗന്ദര്യമാണ്. എൻ്റെ ആത്മീക ദൃഷ്ടിയും വൃത്തിയും എൻ്റെ കണ്ണുകളുടെ ശോഭയാണ്. എൻ്റെ സന്തുഷ്ടത നിറഞ്ഞ പുഞ്ചിരി എൻ്റെ ചുണ്ടുകളുടെ ഭംഗിയാണ്. എൻ്റെ മധുരമായ വചനങ്ങൾ കേൾക്കുന്നവരുടെ കാതുകൾക്ക് സംഗീതമാണ്. എൻ്റെ സുന്ദരമായ പ്രകാശമണ്ഡലം എൻ്റെ പവിത്രതയെ പ്രത്യക്ഷമാക്കുന്നു. ഞാൻ ആത്മാ എൻ്റെ തിളക്കത്തിലൂടെ അനേക ആത്മാക്കളുടെ സേവനം ചെയ്യുകയാണ്. സർവരുടെ മുൻപിലും പ്രസന്നവദനയായി വിടർന്ന കണ്ണുകളോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൗന്ദര്യലക്ഷ്മിയാണ് ഞാൻ. അടുത്തത് ഗൃഹലക്ഷ്മി. ഗൃഹലക്ഷ്മി അതായത് നല്ലൊരു ഗൃഹത്തെ വാർത്തെടുക്കുന്ന, നല്ലൊരു കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ലക്ഷ്മി. എല്ലാ അമ്മമാർക്കും ബഹുമാനം നൽകുന്ന ലക്ഷ്മി. നമുക്കറിയാം, ഒരു അമ്മയ്ക്ക് എപ്പോഴാണ് ബഹുമാനം കിട്ടുന്നത്?
ഒരു നല്ലൊരു കുടുംബിനിയാണ്, നല്ലൊരു വീട്ടമ്മയാണ്. എല്ലാവരും റെസ്പെക്ട് എപ്പോഴാണ്? നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കുമ്പോഴാണ്. പറയാറുണ്ട്, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് 2 സാധനം കൂടുതലാണെന്ന് പറയും. വിമൻ ആൻഡ് മെൻ. മെൻ എടുക്കുമ്പോൾ MEN മെൻ, വിമൻ പറയുമ്പോൾ WOMEN മെൻ. അപ്പൊ മെൻ രണ്ടിലും കോമൺ ഫാക്ടർ ആണ്. പക്ഷെ WO അത് 2 എണ്ണം എക്സ്ട്രാ ആരിലുണ്ട്? സ്ത്രീയിലുണ്ട്. ആ 2 എക്സ്ട്രാ എന്താണ്? ഒന്ന് വിൽ പവർ, W ഫോർ വിൽ പവർ, O ഫോർ oneness. ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ കമ്പി, ചരല്, മെറ്റല്, എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ എല്ലാ സാധനങ്ങളെയും പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു പശയുണ്ട്, ദാറ്റ് ഈസ് സിമന്റ്. ആ സിമന്റ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രയും ഈ സാധനങ്ങളെല്ലാം ചേർത്തിരിക്കും. അതാണ് വീടിന്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്. അതേപോലെ ഗൃഹത്തില് പല സ്വഭാവത്തിൽപ്പെട്ട ആളുകൾ, 3 മക്കളുണ്ടെങ്കിൽ 3 സ്വഭാവക്കാരായിരിക്കും. ഭർത്താവ് വേറൊരു സ്വഭാവക്കാരൻ, അമ്മായിയമ്മ വേറൊരു സ്വഭാവക്കാരി. പക്ഷെ എല്ലാവരെയും ഒരേപോലെ പരിപാലിക്കും. അത് കൂടാതെ വീട്ടിൽ പശുവുണ്ട്, ആടുണ്ട്, പശയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിങ്ങളെ എല്ലാവർക്കും വേണ്ട സമയത്ത് വെച്ച് വേയിച്ച് കൊടുത്ത്, ആടിനുള്ളത് ആടിന്, പശുവിനുള്ളത് പശുവിന്, പട്ടിക്കുള്ളത് പട്ടിക്ക്, പൂച്ചയ്ക്കുള്ളത് പൂച്ചയ്ക്ക്, എല്ലാവർക്കും ഒരു പരാതിയുമില്ലാതെ കൊടുത്ത് അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു നല്ലൊരു രാജ്യം ഭരിക്കുന്നത് പോലെ ഒരു കുടുംബത്തെ ഭരിക്കുന്ന അമ്മമാരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യും. അതിനാണ് ഗൃഹലക്ഷ്മി. അതാണ് ഗൃഹലക്ഷ്മി, ആ ഗൃഹത്തിന്റെ ലക്ഷ്മി. അപ്പോ അമ്മമാർക്ക് ബഹുമാനം നൽകുന്ന ലക്ഷ്മി, അമ്മമാരുടെ കൂടെ നടക്കുന്ന ലക്ഷ്മിയാണ് ഗൃഹലക്ഷ്മി. ഏത് മാതാജിയുടെ കൂടെയാണോ ഗൃഹലക്ഷ്മി ഉള്ളത് അവർ നല്ലൊരു മാതാജി ആയിരിക്കും. ഒരു വീടിന്റെ അമ്മയാണ്, അതിനേക്കാൾ ഉപരി ജഗത്തിന്റെ അമ്മയാണ്, സാക്ഷാൽ ജഗത് മാതാവാകും. അപ്പൊ എല്ലാവരും ഈ ലക്ഷ്മിയിൽ നിന്നും ഈ അനുഗ്രഹം വാങ്ങണം. അപ്പൊ നല്ലൊരു വീടുണ്ടാക്കാൻ സഹായിക്കുന്ന, കുടുംബത്തെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന, എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന വണ്ണസിന്റെ മൂർത്തിമത് ഭാവമാണ് ശരിക്കും ഗൃഹലക്ഷ്മി എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം, ഈ ഗൃഹലക്ഷ്മി ഏത് ഗൃഹത്തിലാണോ ഉള്ളത് ആ വീട് എല്ലാം പ്രോസ്പെരിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കും. ആ വീട്ടിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. ആ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കും. ആ വീട്ടിൽ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിരിക്കും. എന്തുകൊണ്ടാണ്? അതേപോലെയുള്ള ഗൃഹമാണത്, ഭയങ്കര പോസിറ്റീവായിരിക്കും. അതുകൊണ്ട് അവിടെ എല്ലാവരും പരസ്പരം സ്നേഹം, പരസ്പര ബഹുമാനം, നല്ല ഇടപെടലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ സംബന്ധ സമ്പർക്കങ്ങൾ നല്ലതായിരിക്കും. പിന്നെ ഉയർന്ന സങ്കല്പ ഭാവനാതലം, വിചാരം, ആരെക്കുറിച്ച് നെഗറ്റീവ് പറയുക, മോശമായി പറയുക, പരമത്ത്, പരചിന്തനം, പരദൂഷണം, ഇതൊന്നുമില്ലാതെ ഉച്ച വിചാർ, ഉയർന്ന തരത്തിലുള്ള ചിന്താതലം, അങ്ങനെയുള്ള ഒരു നല്ല വീട് കെട്ടിപ്പടുക്കുവാൻ, ഉത്തമമായൊരു ഗൃഹസങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കുവാൻ, ഓരോ ഗൃഹവും ആശ്രമ തുല്യമാക്കി മാറ്റി തീർക്കുവാൻ സഹായിക്കുന്ന ലക്ഷ്മിയാണ് ഗൃഹലക്ഷ്മി. അങ്ങനെയുള്ള ആ ഒരു ഗൃഹത്തിന്റെ പേരും പ്രശസ്തിയും തലമുറകൾ നിൽക്കും. ആ കുടുംബം എന്ന് പറയുന്നത് ആ പേരുകെട്ട കുടുംബമാണ്, എത്ര തലമുറയായി. അങ്ങനെ ആളുകൾ മരിച്ചു പോയാലും 10, 20, 50 വർഷം കഴിഞ്ഞാലും ആ വീടിന്റെ മഹിമ എന്നൊന്നും നിലനിൽക്കും. അങ്ങനെ അനേക ജന്മങ്ങൾ, അനേക വംശങ്ങൾ പരമ്പരയായിട്ട് പേര് നിലനിർത്തപ്പെടുന്ന ഉത്തമ ഒരു കുടുംബം ഉണ്ടാക്കുവാൻ ഗൃഹലക്ഷ്മി സഹായിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ലക്ഷ്മി ദിവ്യമായ സ്നേഹം കൊണ്ട്, സമ്പൂർണ്ണ സുഖത്തിന്റെയും ശാന്തിയുടെയും വരദാനങ്ങൾ കൊണ്ട് ആ വിഗ്രഹത്തെ നിറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നമ്മുടെ ഗൃഹത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഗൃഹലക്ഷ്മിയെ ആഹ്വാനം ചെയ്യണം. നമ്മൾ സ്വയം ഒരു ഗൃഹനാഥയായി മാറണം. ഗൃഹനാഥ സ്ത്രീയുമാകാം പുരുഷനുമാകാം, കുഴപ്പമൊന്നുമില്ല, ഭാവനാതലത്തിലാണത്. എന്നിട്ട് ഈ മുഴുവൻ വിശ്വവും ഒരു കുടുംബമാണ്, എൻ്റെ വീടാണ്, ഈ മുഴുവൻ വിശ്വത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്വന്തം മക്കളാണ് എന്നുള്ള ആ ഭാവനയിലേക്ക് വന്നിട്ട്, നമ്മൾ പറഞ്ഞില്ലേ സന്താലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ, സന്താലക്ഷ്മിക്ക് പറഞ്ഞ അതേ പോയിന്റ് തന്നെ എവിടെയും വരുന്നത്, എല്ലാവരെയും ഒന്നായി കണ്ട് ഒരു കുടുംബത്തിലെ കണ്ടിട്ട് എല്ലാവരിലേക്കും ആ ഒരു ശ്രേഷ്ഠമായ ഭാവന കൊടുക്കുന്നു.
അപ്പൊ സ്വയം ലക്ഷ്മിയുടെ ഗൃഹലക്ഷ്മിയുടെ ആശീർവാദം വാങ്ങിയിട്ട് സ്വയം ലക്ഷ്മിയായി മാറി മറ്റുള്ള ആത്മാക്കൾക്ക് മുമ്പിൽ ആരായി മാറണം? ഗൃഹലക്ഷ്മിയായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം നിറച്ചു കൊടുക്കുന്ന ആത്മാവാണ് ഗൃഹലക്ഷ്മി. 2 മിനിറ്റ് യോഗം ചെയ്യാം. ഞാൻ വിശ്വപരിവർത്തക ആത്മാവാണ്. ഞാൻ ശിവശക്തി കമ്പൈൻഡ് സ്വരൂപ ആത്മാവാണ്. ശിവശക്തിയായ ഞാൻ ശിവനോടൊപ്പം നിന്നുകൊണ്ട് മുള്ളുകൾ നിറഞ്ഞ ഈ കാടിനെ ഒരു മനോഹരമായ പൂന്തോട്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുഴുവൻ വിശ്വത്തെയും ഒരു ഗൃഹമായി കാണുകയാണ്. ഈ ഭൂമിയിൽ ഞാൻ എവിടെയെല്ലാം പാദം സ്പർശിക്കുന്നു അതെല്ലാം തന്നെ താമര അടയാളമായി മാറുന്നു. അതിലൂടെ ഈ മുഴുവൻ വിശ്വത്തിലെയും അന്തരീക്ഷം പവിത്രമാകുന്നു. എല്ലായിടത്തും പവിത്രത, സുഖം, ശാന്തി, ഏകത ഇവയെല്ലാം നിറയുകയാണ്. மாணிக்க வீணை தான்
അടുത്തത് രാജലക്ഷ്മി. ഇവിടെ രാജ എന്ന വാക്കിന്റെ അർത്ഥം കൺട്രോൾ, റൂൾ, നിയന്ത്രണത്തിന്റെയും അധികാരത്തിന്റെയും ലക്ഷ്മിയാണ്. എല്ലാത്തിൻ്റെ മേലും വളരെയധികം നിയന്ത്രണ ശക്തിയുള്ള, എല്ലാത്തിനെയും ഭരിക്കുവാൻ കഴിവുള്ള റോയൽറ്റി, ആ ഗംഭീരതയുടെ മൂർത്തിമത് ഭാവമാണ് ശരിക്കും രാജലക്ഷ്മി. റോയൽറ്റിയുടെ ഭാഗ്യത്തെ നൽകുന്നവൾ, രാജപദവിയെ പ്രദാനം ചെയ്യുന്നവൾ രാജലക്ഷ്മി. രാജലക്ഷ്മി എവിടെയും നമുക്ക് അധികാരം നേടാൻ സഹായിക്കും. ഇപ്പൊ ചില ആളുകൾ കണ്ടല്ലോ, ഓഫീസിൽ പോയാൽ അവിടെ ഇപ്പോൾ നല്ല അതോറിറ്റി ആയിരിക്കും, എല്ലാവരെയും വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കാൻ കഴിവുള്ള അതോറിറ്റി ആയിരിക്കും അവർ. വീട്ടിൽ വന്നാലോ, വീട്ടിലും അതുപോലെ തന്നെ. ഇപ്പൊ എവിടെ അവർ ചെന്നോ അവിടെയെല്ലാം അവർ അധികാര സ്ഥാനത്ത് നിന്നുകൊണ്ട് തനിക്ക് ലഭിച്ച ഡ്യൂട്ടി എന്താണോ അത് നല്ല പർപ്പസ്ഫുൾ ആയിട്ട്, ഡ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുകയും എല്ലാവരിൽ നിന്നും ബ്ലെസ്സിങ്സ്, കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറയും. അതാണ്, അല്ലാണ്ട് ഭരിക്കുക എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ലഭിച്ച, ബാബു പറയാറില്ലേ, അതോറിറ്റിയോട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. ദാസ്യഭാവത്തിലല്ല, അതോറിറ്റിയോടുകൂടി, അതോറിറ്റി ഫീലിങ്സോടുകൂടി, വളരെ നല്ല ചുണയോടുകൂടി, ചുറുചുറുക്കോടുകൂടി, സാമർഥ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രാപ്തി നൽകുന്ന ലക്ഷ്മിയുടെ പേരാണ് രാജലക്ഷ്മി. പണ്ട് കാലത്ത് രാജാക്കന്മാരെല്ലാം ഏറ്റവും കൂടുതലായിട്ട് രാജലക്ഷ്മിയെ പൂജിക്കുമായിരുന്നു. അവരുടെ വിശ്വാസം ഇതാണ്: രാജലക്ഷ്മിയുടെ കൃപയുണ്ടെങ്കിൽ ഒരിക്കലും ശത്രു രാജ്യം തങ്ങളെ ആക്രമിക്കില്ല. ഞങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടു പോകാതെ എന്നും രാജ്യം കാക്കുന്ന ലക്ഷ്മി രാജലക്ഷ്മി. രാജാക്കന്മാരുടെ ഇഷ്ടമൂർത്തി ആരായിരുന്നു? ഇന്ന് ബിസിനസ്സുകാരെന്താ ചെയ്യുന്ന, കടകളിൽ വെക്കുന്ന ധനലക്ഷ്മിയല്ലേ വെക്കുക, എല്ലാ കടയിലും കാണും എന്തിന്റെ പടം? ധനലക്ഷ്മി. അതേപോലെ രാജാക്കന്മാരുടെ ക്ഷേത്രങ്ങളിലെല്ലാം കൂടുതൽ അവർ പ്രതിഷ്ഠിച്ചിരുന്നതും രാജാക്കന്മാരുടെ ഉപാസനാമൂർത്തികളൊക്കെ ഈ രാജലക്ഷ്മിയായിരുന്നു. രാജലക്ഷ്മി ഉണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ രാജ്യം നിലനിൽക്കും, ശത്രുക്കളാൽ ആക്രമിക്കപ്പെടില്ല. അപ്പൊ രാജ്യത്തിന്റെ കാവൽക്കാരിയായിട്ടാണ് അവർ ലക്ഷ്മിയെ കണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എന്താണ്, നമ്മുടെ ആ സ്വരാജ്യ അധികാരം നഷ്ടപ്പെടാതെ ആത്മാവിനെ എന്താണ്, മനസ്സിന്റെ മേലും ഇന്ദ്രിയങ്ങളുടെ മേലും നിയന്ത്രണം കൊണ്ടുവരുവാനും ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരിയായ രീതിയിൽ നയിച്ച് മുൻപോട്ട് കൊണ്ടുപോയി എവിടെയും റൂളറും നല്ലൊരു കൺട്രോളറുമായിട്ട് മാറുവാൻ ഈ ലക്ഷ്മി നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് രാജയോഗമാണ്, രാജാവാകാനുള്ള യോഗമാണ്. ആ രാജപദവി നേടുക, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ രാജപദവി നേടാനുള്ള എൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാലോ ഞാൻ ആരായി? മൈൻഡ് മാസ്റ്ററായി. എൻ്റെ മനസ്സിന്റെ മേൽ ഞാൻ അധികാരിയായി, ഇന്ദ്രിയങ്ങളുടെ മേൽ അധികാരിയായി, അങ്ങനെ ജഗത്തിനെയും ലോകത്തിനെയും ജയിക്കുന്നവനായി മാറുന്നു. അങ്ങനെയുള്ള ഞാൻ എവിടെ ചെന്നാലും അതോറിറ്റി. ആരുടെ മുമ്പിൽ എനിക്ക് തലകുനിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയ്ക്കധികം ഗംഭീരവാനായ, ഗംഭീരതയുടെ മൂർത്തിയായിട്ടുള്ള റോയൽ സോളാണ്. അതിൻ്റെ അനുഭവം ചെയ്യും. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. എൻ്റെ പക്കൽ റൂളിംഗ് പവർ, കൺട്രോളിംഗ് പവർ എന്നീ രണ്ട് ശക്തികളുടെ ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ രാജയോഗിയാണ്, രാജർഷിയാണ്. മുഴുവൻ കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ നിയന്ത്രണത്തിലാണ്.
എൻ്റെ മനസ്സും ബുദ്ധിയും സംസ്കാരവും സമാനമാണ്. ഞാനിപ്പോൾ ഈ സമയം മറ്റ് അനേക ആത്മാക്കൾക്ക് രാജയോഗത്തിന്റെ ജ്ഞാനം നൽകി അവരിൽ റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറും വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മീഭ്യോ നമഃ. ഓം ശ്രീം ലക്ഷ്മീഭ്യോ നമഃ. ഓം ലക്ഷ്മീഭ്യോ നമഃ. ഓം ശ്രീം ലക്ഷ്മീഭ്യോ